ചിലപ്പോൾ ഒരു ചെറിയ ദൃശ്യത്തിന് നമ്മളെ നിരാശയുടെ പടുകുഴിയിൽ നിന്ന് പ്രത്യാശയുടെ ആകാശത്തേക്ക് കൈപിടിച്ചുയർത്താൻ വേണ്ടിയിട്ട് പറ്റും. ഒറ്റ ദൃശ്യം മതി, ഒരു കാഴ്ച മാത്രം മതി. അങ്ങനെ ഒരു കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്ന് കണ്ടു. തമിഴ്നാട്ടിലെ ചെങ്കൊടി വച്ച കാറിൽ സഞ്ചരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സഖാവ് പി ഷൺമുഖത്തിന് നേരെ വഴിയരികിൽ നിന്നും കൈവീശി കാണിക്കുന്ന, അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്ന മനുഷ്യരുടെ ദൃശ്യം നമ്മൾ വലിയ ആവേശത്തോടുകൂടി കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അത് ഒരു ജനതയുടെ അഭിവാദ്യ പ്രകടനമാണ്. ആ നാടിൻ്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കുവാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവും കാണിച്ച ജാഗ്രതയ്ക്ക് ആ നാട്ടിലെ മനുഷ്യർ അഭിവാദ്യം നേരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് മറ്റൊരു അനുഭവമായിരുന്നു. അത് ഒരു 33 വർഷങ്ങൾക്ക് മുമ്പ് 1992 ജൂൺ മാസം 20-ാം തീയതി തമിഴ്നാട്ടിലെ ധർമ്മപുരി ജില്ലയിലെ വാച്ചാത്തി എന്ന് പറയുന്ന ഒരു ഗ്രാമം, അവിടുത്തെ സിത്തേരി കുന്നുകളുടെ താഴ്വരയിലാണ് ഈ വാച്ചാത്തി എന്ന് പറയുന്നൊരു ഉൾനാടൻ ഗ്രാമമുള്ളത്. ഒരൊറ്റ ബസ് മാത്രമായിരുന്നു അങ്ങോട്ടേക്ക് ഉണ്ടായിരുന്നത്. ആ നാട്ടിലെ ജനതയ്ക്ക് നേരെ വലിയ പോലീസ് ഭീകരത അവിടെ ആ ദിവസം നടന്നു. അതിൻ്റെ കാരണം പറഞ്ഞത് ആ നാട്ടിലെ ജനങ്ങൾ വീരപ്പന് സഹായം നൽകുന്നു എന്നുള്ളതായിരുന്നു. വീരപ്പൻ വേട്ടയുടെ പേര് പറഞ്ഞ് ഒരു ഗ്രാമം മുഴുവൻ പോലീസ് നരനായാട്ടന്ന് നടന്നു. വീടുകൾക്ക് തീവച്ചു, വീടുകൾ കൊള്ളയടിച്ചു, കിണറുകളിലേക്ക് പെട്രോൾ ഒഴിച്ചു, അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്നിടങ്ങളിലേക്ക് മണ്ണെണ്ണ ഒഴിച്ചു. 200-ലധികം ആളുകളെ, സ്ത്രീകളും ഗർഭിണികളും വൃദ്ധരും ഉൾപ്പെടെ ഉള്ള മനുഷ്യരെ അറസ്റ്റ് ചെയ്തു. വലിയ പോലീസ് ഭീകരതയ്ക്ക് മർദ്ദനത്തിന് അവർ വിധേയരായി. എത്രയോ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു. അങ്ങനെ ഒരുപക്ഷെ സ്വതന്ത്ര ഭാരതം കണ്ട ഏറ്റവും വലിയ പോലീസ് ഭീകരതകളിൽ ഒന്നും നടന്നിട്ടുള്ള ആ ഗ്രാമം, അവിടുന്ന് വാർത്തയൊന്നും പുറത്തേക്ക് പോയില്ല. എങ്ങനെയോ ഈ പോലീസ് വേട്ടയെക്കുറിച്ചിട്ട് അറിഞ്ഞ് ആ ഗ്രാമത്തിലേക്ക് ദിവസങ്ങൾക്ക് ശേഷം കമ്മ്യൂണിസ്റ്റുകാർ പോകുന്നുണ്ട്. ആ പോയ കൂട്ടത്തിൽ പി ഷൺമുഖവും ഉണ്ടായിരുന്നു. അദ്ദേഹം ആ ഗ്രാമത്തിൽ എത്തിയതിനെ കുറിച്ചിട്ട് ഇങ്ങനെയാണ് പറയുന്നത്: ഒരൊറ്റ ആത്മാവ് പോലും ഇല്ലാത്ത ഒരു സ്ഥലം നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ അത്തരമൊരു സ്ഥലം നിങ്ങൾ ഏതെങ്കിലും സിനിമയിൽ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ആ ദിവസം ഞാനും കൂടെയുള്ള സഖാക്കളും അത്തരമൊരു പ്രേതഗ്രാമം കണ്ടു. മേൽക്കൂരകളെല്ലാം തകർക്കപ്പെട്ടിരുന്നു. ഓടുകൾ പൊട്ടിപ്പോയിരുന്നു. വീടുകളുടെ എല്ലാ വാതിലുകളും ജനലുകളും തകർക്കപ്പെട്ടിരുന്നു. ആ ഗ്രാമത്തിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം അന്ന് ആ ഗ്രാമത്തിലെത്തിയ അനുഭവത്തെക്കുറിച്ചിട്ട് പറയുന്നത്. അങ്ങനെ ആ ഗ്രാമത്തിൽ അവരെത്തിയപ്പോൾ ഒരു പെൺകുട്ടി അവരുടെ അടുത്തേക്ക് വന്നു അത്രേ. അപ്പോൾ പെൺകുട്ടി പറഞ്ഞു, ഈ ഗ്രാമത്തിൽ ആളുകളൊക്കെ ഉണ്ട്, പക്ഷെ അവരെല്ലാം ഭയന്നിരിക്കുകയാണ്, എല്ലാവരും ഒളിച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് നിങ്ങൾ അവരെ കാണാത്തത് എന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ ഈ പെൺകുട്ടിയോട്, പിന്നെന്തിനാണ് നീ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്, നിനക്ക് ഭയമില്ലേ എന്ന് ചോദിച്ചപ്പോൾ സാല എന്നു പേരുള്ള പെൺകുട്ടി അവരോട് മറുപടി പറഞ്ഞത്, നിങ്ങൾ വന്ന വാഹനത്തിൻ്റെ മുന്നിൽ ഞാനൊരു ചെങ്കൊടി പാറുന്നത് കണ്ടിരുന്നു. എനിക്കറിയാം നിങ്ങൾ ഉപദ്രവിക്കാൻ വരുന്നവരല്ല, നിങ്ങൾ ഞങ്ങളുടെ കൂടെയുള്ളവരാണ് എന്ന്. ആ സമരം അന്ന് സഖാവ് പി ഷൺമുഖവും സഖാക്കളും ഏറ്റെടുത്തു. 3 പതിറ്റാണ്ടോളം അവർ പൊരുതി. ഒടുവിൽ ആ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട മുഴുവൻ പ്രതികൾക്കും 269 പ്രതികളും കുറ്റക്കാരാണ് എന്ന് വിധിക്കപ്പെടുന്നത് വരെ ആ പോരാട്ടം നടത്തി ആ വാച്ചാത്തി സമരം വിജയിപ്പിച്ച ആളുടെ പേര് കൂടിയാണ് സഖാവ് പി ഷൺമുഖം എന്നുള്ളത്. അന്ന് അദ്ദേഹം ആ ദുരന്ത ഭൂമിയിലേക്ക് പോകുമ്പോഴും അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് മുന്നിൽ ഈ ചെങ്കൊടി പാറുന്നുണ്ടായിരുന്നു.